BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എപ്പോൾ വേണേലും തകർന്നു വീഴാറായ കെട്ടിടത്തിൽ കുരുന്നുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള സ്കൂളിന്റെ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് AUP സ്കൂളിലാണ് സംഭവം. ഫിറ്റ്നസ് റദ്ദാക്കിയ ശോചനീയ അവസ്ഥയിലായ കെട്ടിടത്തിലാണ് കുട്ടികൾ പഠിക്കുന്നതെന്നാണ് ആരോപണം. ചിതലരിച്ച മേൽക്കൂരകൾ, അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, ചോർന്നൊലിച്ച് സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ, മേൽക്കൂരയില്ലാത്ത ശുചിമുറികൾ. പാലക്കാട് പട്ടാമ്പി ആമയൂർ സൗത്ത് AUP സ്കൂളിന്റെ അവസ്ഥയാണിത്. സ്കൂളിലെ കെട്ടിടങ്ങളുടെ തകർച്ച തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായെന്നാണ് പരാതി. 158 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പലപ്പോഴും ഹാജർ നില 20-ന് താഴെയാണ്. ഏത് സമയവും നിലം പൊത്താവുന്ന കെട്ടിടത്തിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾ മടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പരിശോധന നടത്തി 2 കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്ന് രേഖാമൂലം അറിയിച്ചിട്ടും ക്ലാസ് മുറികൾ മാറ്റാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വിഷയത്തിൽ ജനപ്രതിനിധികളും നാട്ടുകാരും രക്ഷിതാക്കളും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെയും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതുമായുള്ള പ്രതിഷേധം തുടരാനാണ് നീക്കം. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന മാനേജ്മെന്റിന്റെ ഉറപ്പിലായിരുന്നു രക്ഷിതാക്കൾ ഇപ്രാവശ്യം കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയച്ചത്. എന്നാൽ സ്കൂൾ തുറന്ന് 2 മാസം പിന്നിട്ടിട്ടും യാതൊരു മാറ്റവുമില്ല. പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒരുപോലെ ആവശ്യപ്പെടുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ വലിയൊരു കെട്ടിടം തകർന്നു വീണിരുന്നു. 5ഓളം ക്ലാസ് മുറികളുള്ള കെട്ടിടമാണ് അന്ന് തകർന്നത്. അപകടമുണ്ടായത് രാത്രി ആയതിനാൽ തന്നെ വലിയൊരു ദുരന്തം അന്ന് ഒഴിവായത്. സമാന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് പരാതി ഉയരുന്നത്. ഇനിയും വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് സ്കൂൾ മാനേജ്മെന്റ് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ആവശ്യമുയരുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.